പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ്. പല ട്രിപ്പിന് പോയിട്ട് വരുമ്പോൾ, അതുപോലെ തന്നെ പല ഫംഗ്ഷനൊക്കെ പോയിട്ട് വരുമ്പോൾ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡൾ ആവലും അതുപോലെ തന്നെ ടാൻ ഒക്കെ അടിച്ച് ഡാർക്കർ ആയ പോലെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ അത് മാറ്റാനായിട്ട് ഞാൻ ഒരു സിമ്പിൾ ട്രിക്ക് പറഞ്ഞുതരാം. ഈ നമ്മുടെ സ്കിന്നിലുള്ള ടാനിനെയൊക്കെ നല്ലതുപോലെ റെഡ്യൂസ് ചെയ്യാനും സ്കിന്ന് ഫസ്റ്റ് യൂസിൽ തന്നെ ഇത്രയും ഡിഫറൻസ് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു റെമഡി എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് തന്നെ നമുക്കൊരു ഫേസ് വാഷോ ക്ലെൻസറോ യൂസ് ചെയ്ത് ഫേസ് നല്ലതുപോലെ ക്ലീൻ ആക്കി വെക്കാം. അതിനുശേഷം ഒരു ബൗളിൽ കുറച്ച് തൈര് എടുക്കാം. അതിലോട്ട് ഒരു ഇത്തിരി കടലമാവും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞളും നമുക്ക് ഇട്ട് കൊടുക്കാം. അത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും കിട്ടുക. ഇനി നമുക്ക് ഈ ഒരു പാക്ക് നമ്മുടെ ഫേസിൽ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫേസിൽ ഫുള്ളായിട്ടും അപ്ലൈ ചെയ്യുക, അതുപോലെ തന്നെ കഴുത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഇതിൻ്റെ ഡിഫറൻസ് കാണിച്ചു തരാനായിട്ട് ഒറ്റ കയ്യിൽ ഇടുന്നുണ്ട്, ഒറ്റ കയ്യിൽ ഇടുന്നില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഏതൊരു പാക്ക് ഇട്ടാലും കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക, അല്ലെങ്കിൽ രണ്ടും രണ്ട് കളറിലുണ്ടാവും. അപ്പോൾ ഫേസിലും കഴുത്തിലും അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഒരു 20 മിനിറ്റ് വരെക്കെങ്കിലും വെയിറ്റ് ചെയ്യുക. അപ്പോൾ കേർഡിൻ്റെ ബെനിഫിറ്റ് ഞാൻ പറഞ്ഞുതരാം. ഒരു നാച്ചുറൽ എക്സ്പോളേറ്റർ ആണ്. അതുപോലെ തന്നെ പുതിയ സെൽസ് ഒക്കെ റീജനറേറ്റ് ചെയ്യാനും സ്കിന്ന് കുറച്ചുകൂടി ബ്രൈറ്റൻ ആക്കാനും അതുപോലെ തന്നെ ഒരു ഷെയ്ഡ് നിറം വെക്കാനൊക്കെ നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്കിന്നിന് നല്ലൊരു ഹൈഡ്രേഷൻ തരാനും ഒരു തണുപ്പൊക്കെ തരാനായിട്ട് ഈ ഒരു കേർഡ് നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മഞ്ഞളിന് കുറച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ടാനൊക്കെ മാറ്റി സ്കിന്ന് കുറച്ചുകൂടി ബ്രൈറ്റൻ ആക്കാനും അതുപോലെ തന്നെ 2 ഷെയ്ഡ് വരേക്കും കളർ ടോൺ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് ടർമറിക് എന്ന് പറയുന്നത്, അതായത് മഞ്ഞൾ. ആക്നെ മാർക്സും അതുപോലെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉള്ളവർക്കും നല്ലൊരു റെമഡിയാണ്. ഇതൊക്കെ മാറ്റി സ്കിന്ന് കുറച്ചുകൂടി വൈറ്റനിങ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് നോക്കുന്നത് കടലമാവാണ്. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് ഞാൻ പറഞ്ഞുതരാം. സ്കിന്ന് കുറച്ചുകൂടി ബ്രൈറ്റൻ ആയിട്ട് വെക്കാനും ഓയിൽ പ്രൊഡക്ഷനൊക്കെ കൺട്രോൾ ചെയ്ത് വെക്കാനും നമ്മുടെ സ്കിന്നിൽ ഓപ്പൺ പോർസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അതും റെഡ്യൂസ് ചെയ്യാനായിട്ട് നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ കടലമാവെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ നല്ലതുപോലെ ഫേസിൽ അപ്ലൈ ചെയ്ത് ഉണങ്ങിയതിന് ശേഷം വാഷ് ചെയ്ത് നോക്കുകയാണ്. വാഷ് ചെയ്ത് നോക്കുമ്പം ഉള്ള റിസൾട്ടാണ് കാണാൻ പറ്റുന്നത്. ഇത് സ്കിന്ന് നല്ലതുപോലെ ബ്രൈറ്റ് ആയിട്ടുണ്ട്. അതുമാത്രമല്ല ടാനൊക്കെ റിമൂവ് ആയി. ഇനി ഞാൻ കയ്യിലെ ഡിഫറൻസ് കാണിച്ചു തരാം. ഇത് വാഷ് ചെയ്തതിന് ശേഷം ഇത് ഞാൻ അപ്ലൈ ചെയ്യാത്ത കൈയും ഇത് ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ള കൈയും ഇതിൻ്റെ ഡിഫറൻസ് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവില്ല എന്തോരം ഈ ഒരു പാക്ക് വർക്കിംഗ് ആണെന്നുള്ളത്. അതും ഫസ്റ്റ് യൂസിൽ തന്നെയാണ് ഈ ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നല്ലതുപോലെ ടാന് മാറ്റിയിട്ടുണ്ട്, അതുപോലെ തന്നെ സ്കിന്ന് കുറച്ചുകൂടി കളർ വെപ്പിച്ച പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു പാക്ക് നല്ലതുപോലെ ടാൻ റെഡ്യൂസ് ചെയ്യാനും അതുപോലെ സ്കിൻ ബ്രൈറ്റൻ ആക്കാനും നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ അത്രയേ ഉള്ളൂ. ബൈ.